മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മണ്ഡലമായ പത്തനാപുരത്ത് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ നിന്നും 2 കിലോ കഞ്ചാവ് കണ്ടെത്തി. പത്തനാപുരത്ത് നിന്നും കോയമ്പത്തൂർ എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വിഫ്റ്റ് ബസ്സിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. സ്വിഫ്റ്റ് ബസ്സിലെ മെമ്മറി കാർഡ് പരിശോധിച്ച് പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വിവരങ്ങളുമായി മനോജ് പുനലൂരിൽ നിന്നും ചേരുന്നുണ്ട്. മനോജ്, ഇവിടെ ഒരു കുടിവെള്ളക്കുപ്പി ബസ്സിൽ സൂക്ഷിച്ചതിൻ്റെ പേരിലാണ് മന്ത്രിയുടെ വലിയ ഷോ ഓഫ് കണ്ടത്. മന്ത്രി ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കഞ്ചാവ് വരെ കടത്തുന്ന സാഹചര്യം, എന്ത് നടപടിയാണ് ഈ ജീവനക്കാർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? പോലീസിന്റെ അന്വേഷണത്തിൽ എന്താണ് വ്യക്തമായത്? മനോജ്. ടോമേ, വളരെ രസകരമായ ഒരു സംഭവമാണ് പത്തനാപുരം ഡിപ്പോയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഈ കോയമ്പത്തൂരിൽ നിന്നും എറണാകുളം വഴി പത്തനാപുരത്തേക്ക് വരുന്ന ബസ് എറണാകുളത്ത് എത്തിയപ്പോൾ അതിൽ ഒരു ബാഗ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ആ ബാഗ് എടുത്ത് ഈ ബസിന്റെ തന്നെ ഡ്രൈവർ സീറ്റിനടിയിലുള്ള ആ സേഫ്റ്റി അറയിൽ സൂക്ഷിച്ച് ഡ്രൈവർ പത്തനാപുരത്ത് കൊണ്ടുവന്നു. ഇവിടെ ആ ബാഗ് പരിശോധിക്കാൻ എടുത്തപ്പോൾ അതിൽ കഞ്ചാവ് കണ്ടെത്തി എന്ന വളരെ വിചിത്രമായ ഒരു വിവരമാണ് കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ നൽകിയിരിക്കുന്നത്. എറണാകുളത്ത് വെച്ച് അങ്ങനെ ഒരു ബാഗ് കണ്ടെങ്കിൽ സ്വാഭാവികമായും എറണാകുളം ഡിപ്പോയിൽ തന്നെ വിവരം അറിയിച്ച് അവിടെ മുതൽ അന്വേഷണം തുടങ്ങേണ്ടതല്ലേ? അങ്ങനെ ചെയ്യാതെ അത് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ തന്നെ ഒളിപ്പിച്ചു കൊണ്ടുവന്ന് പത്തനാപുരത്ത് വെച്ച് തുറന്നെടുത്ത സംഭവം വളരെ വിചിത്രമായി തന്നെയാണ് നമുക്ക് കാണേണ്ടത്. അതുകൂടാതെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കെ.എസ്.ആർ.ടി.സി ബസ് പത്തനാപുരം ഡിപ്പോയിൽ കിടക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ പത്തനാപുരം ഡിപ്പോയിലെത്തി പത്തനാപുരം ഡിപ്പോയിൽ കിടക്കുന്ന കുപ്പിവെള്ളത്തിന്റെയും അവിടെ കിടക്കുന്ന ബസിന്റെ ഫിറ്റ്നസ് പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഈ സമയം മൊബൈലിൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ജീവനക്കാരും ATOയും കൂടെ വന്ന് ഈ കോൺഗ്രസിന്റെ പ്രവർത്തകനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യവും വളരെ ഒരു ബഹളാത്മകമായ ഒരു അന്തരീക്ഷവും അവിടെ ഉണ്ടാക്കി. ഈ സമയത്തും ആ ബസ് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ഒരു പക്ഷേ ഈ ബസ്സിൽ കഞ്ചാവ് വന്നത് ജീവനക്കാർക്ക് അറിയാം. അത് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണോ എന്നുകൂടി സംശയിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോയത്. എന്തായാലും ഈ ബഹളങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ കഞ്ചാവ് ആ ബസ്സിൽ നിന്ന് എടുത്തത്. വ്യക്തമാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്. മനോജ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലൊക്കെ ഉണ്ടായതാണ്, നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഏറെ നാടകീയമായ സംഭവങ്ങളൊക്കെ ഈ പത്തനാപുരത്തെ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ ഉണ്ടാകുന്നു. ആ പഞ്ചായത്ത് അംഗത്തിനെതിരെ കെ.എസ്.ആർ.ടി.സി ജീവനക്കാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം പോലും ഉണ്ടായി. അവിടെ നിന്നാണ് ഒരു കെ.എസ്.ആർ.ടി.സി ബസ്സിൽ നിന്നും സ്വിഫ്റ്റ് ബസ്സിൽ നിന്നും 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തിരിക്കുന്നത്.